മച്ചാമാരെ വെൽക്കം ബാക്ക് ടു അൻഷുവൈറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇന്ത്യനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ KBC കണ്ടുകൊണ്ട് ട്രാഫിക് മോഡാണ്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയട്ടെ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഡേഞ്ചർ ബോയിലാണ്. നമ്മൾ ബ്രാൻഡ് ന്യൂ ഡേഞ്ചർ ബോയ്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബീസ്റ്റിൻ്റെ ഡെലിവറിയാണ് ഗൈസ് ഇന്ന്. അപ്പോൾ ഫുൾ വർക്ക് നമ്മൾ ഡേഞ്ചർ പോയിൻ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടീൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം. വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. വണ്ടി കിടില ലുക്ക് എന്ന് പറഞ്ഞാൽ കിടിലാണ്. നമ്മൾ ചൈനീസ് ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ചൈനീസ് ലാമ്പ് സെറ്റ് ചെയ്ത് ഞാൻ പറയാം വർക്കൊക്കെ. സംഭവം നമ്മളെ നെയിം ബോർഡ് പിക്സൽ ടൈപ്പ് നെയിം ബോർഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചൈനീസ് ലാമ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ചെറിയ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ ഗൈസ്. പിന്നെ ചെറിയ അകത്തൊക്കെ എടുത്തൊക്കെ ചെറിയ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ റെഡ് ബൂളിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ ഇനിയും ഹെവി വർക്ക് ഇതിൽ ഇനിയും എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യണം. മിക്കവാറും പിക്സൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയാനുള്ളത് ഗൈസ്. അപ്പോൾ ആ ഒരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ പ്രകാശിലാണ് പോണത്. അപ്പം പ്രകാശിക്കൽ എന്താ പോണേന്ന് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മൾ ക്യാപ്റ്റൻ ഇറങ്ങി ഇനി ഒരേ ഒരു മുതലാണ് ഇറങ്ങുന്നത്. പറയാതല്ല നമ്മളെ ബീസ്റ്റ് കുട്ടൻ. അപ്പം പ്രകാശ് എത്തിയിട്ട് കാണാം. അങ്ങനെ പ്രകാശ് എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടീനെ അങ്ങനെ ഇവിടെ കെടുക്കാൻ പറ്റൂല ഗൈസ്. അപ്പം പെട്ടെന്ന് തന്നെ ഈ വണ്ടി ഇവിടുന്ന് എടുത്ത് മാറ്റണം. അപ്പം മാറ്റാൻ വേണ്ടി നമ്മൾ ടീം വരും. അപ്പോൾ അവരെ നമ്മൾ ചെറുക്കം ഇവിടെ വരും. അപ്പോൾ ടീം ഇപ്പം കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് നമ്മളെ ബ്രാൻഡ് ന്യൂ ബീസ്റ്റിനെ നമുക്ക് കാണാം. പഴയ ബീസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മോഡലായിരുന്നു ഇറങ്ങി ഗൈസ്. ഒരു പഴയ ലുക്കിൽ ഈ ഒരു ലുക്കിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അവസാനം ഇനിയും പുതിയ ബ്രാൻഡ് ന്യൂ ബീസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ചെറുക്കനെ കാണാം. നമ്മളെ ബ്രാൻഡ് ന്യൂ ബീസ്റ്റ് ഒരു സെഡോൺ ലുക്കാണ് നമ്മളെ വണ്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിട്ടില്ല ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് നേരെ ഇവനെ എടുത്താണ്ട് നേരെ വിട്ടണം. അപ്പം നമ്മൾ മിക്കവാറും ലാസ്റ്റത്തെ വീഡിയോ ആണെന്ന് തന്നെ പറയാമല്ലോ ഗൈസ്. നമ്മളെ CPM കണ്ടില്ല ഗൈസ്. എത്രങ്ങാനും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോനെ എപ്പോഴും ഇടേണ്ടിയാണ് ഗൈസ്. അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതാണ് CPM. പക്ഷേ ഇന്ന് എനിക്ക് നോക്കുമ്പോൾ CPM ഫുൾ ടാസ്ക് CPM ഫുൾ ഇതായിരുന്നു തന്നെ പറയാമല്ലോ ഗൈസ്. കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പോരാനിട്ട് ഫോർച്യൂണറും പോയിട്ടുണ്ട് ഗൈസ്. ഫോർച്യൂണറിൻ്റെ ആ ഒരു ടാസ്ക് മാത്രം കംപ്ലീറ്റ് ആക്കാനുള്ളൂ. ഇനി എത്ര കാലം ഇതിനല്ല GG ചെയ്യുന്നതിന് ഗൈസ്. ഞാൻ മിക്കവാറും GG ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ GG അത്ര നല്ലതല്ല, അതും കാര്യമാണ്. ഇപ്പോൾ ഏതായാലും നമ്മളെ വണ്ടി എടുക്കാൻ പൂജ പരിപാടികളൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ വണ്ടി ഒന്ന് എടുത്ത് എടുക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഒരു ഫോട്ടോ എടുത്ത് പോവാണ് ഗൈസ്. നമ്മളെ വണ്ടീനെടുത്ത് നമ്മൾ പോവാണ്. അപ്പം നമുക്കിനി ഐവൊക്കെ കയറി അങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിരിക്കും മിക്കവാറും നമ്മൾ പോവുക. നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബാക്ക് ടു ഇന്തോനേഷ്യ. അപ്പം നമ്മളിങ്ങനെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പഴയ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്നത് ഗൈസ്. ഈ ഒരു വീട് കണ്ട് ഗൈസ്, നമ്മൾ പണ്ടൊക്കെ എടുത്തൊരു വീടായിരുന്നു ഈ ഒരു വീട്. ആദ്യം ഞാനൊരു വീട്ടിലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ മെല്ലെ ഈ ഒരു വീട്ടിലേക്ക് മാറിയിട്ടുള്ളതാണ്. നമ്മളെ ബ്രാൻഡ് ന്യൂ വണ്ടിയും കൊണ്ട് നമ്മൾ അവസാനം ഇങ്ങോട്ടേക്ക് തന്നെ ആയിട്ട് എത്തി എന്ന് പറയുമ്പോൾ ഒരു ഹരമുണ്ട് ഗൈസ്. അതാണ് ഹരം. ഹരോ ഹര പറയുന്ന പോലെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഹരം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മോനെ നമ്മളെ ബീസ്റ്റ് കയറി വരുന്ന കണ്ടു ഗൈസ്. സീനല്ലേ ഇതൊക്കെ. നമ്മളെ ബീസ്റ്റ് ഒരു സീനാണ്. ഒരു രക്ഷമില്ലാത്തൊരു കിടില മുതൽ തന്നെയാണ്. എൻ്റെ ഇടയ്ക്ക് ഇത് കൂടി ആയപ്പോൾ സീനായി. എടുക്കിപ്പോൾ കൊടുങ്ങൻ്റെ ഇനി ഒരു വൈറ്റിൽ തന്നെ കൊണ്ടെടുക്കല്ല ഗൈസ്. നമുക്ക് ഇവനെ കളറൊന്നും അടിക്കണ്ട. നമുക്കങ്ങനെ വൈറ്റിൽ കൊണ്ടെടുക്കാനാണ് സുഖം കാണാൻ. ഇനി കളറിൻ്റെ നിയമം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വണ്ടി പോലും കളറിൽ ഓടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. എല്ലാം നമ്മൾ കളർ അടിച്ചു. അപ്പം ഇപ്പോൾ ബീസ്റ്റിന് ഏതാണ് ചേരുന്ന കളർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. റെഡിൽ ഷെയ്ഡ് വരുന്ന ടൈപ്പ് കളറാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ യെല്ലോ
അല്ലെങ്കിൽ ഓറഞ്ച് ഏതെങ്കിലും കളറായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പം നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇനി നമ്മളെ വീട്. ഇതാണ് നമ്മളെ ആദ്യത്തെ വീട്. അപ്പം ഇവിടെ നിന്നായിരുന്നു ഞാൻ വളർന്നത്. പണ്ടത്തെ വീടായിരുന്നു ഗൈസ് ഇതെൻ്റെ. അങ്ങനെ ആ വീട്ടുമുറ്റത്ത് എൻ്റെ വണ്ടി, പണ്ടത്തെ എൻ്റെ ഒരു വീടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മാത്രം നിൽക്കണ്ട, നമ്മളിപ്പോൾ ബ്രാൻഡ് ന്യൂ ഗരേജും കാണാനില്ലാണ്. ഗരേജല്ല, ഷെഡ്. അപ്പോൾ ഷെഡിക്ക് വണ്ടി കൊണ്ടുപോയിടണ്ടേ. അപ്പോൾ നമുക്ക് ഷെഡ് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഷെഡ് കയറുന്ന വണ്ടി ഇവനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ഇവനെ കൊണ്ടുപോയി ഇറക്കാം. നമ്മളെ പുതിയ ഷെഡ് ഇവിടെയാണ്. അപ്പോൾ നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനിയില്ല ചെറുള്ളനെ കണ്ടില്ല ഗൈസ്. അപ്പം നമ്മളെ പുതിയ ഷെഡിൽ നമ്മളെ ബീസ്റ്റാണ് ആദ്യം കയറി സ്ഥലം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ സ്പേസ് നമുക്ക് ഒരു പുതിയ ഷെഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഷെഡ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഷെഡൊന്നുമില്ല, ചെറിയ പോക്കൊക്കെ പോകുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ കൊണ്ടുവന്ന് കത്തിച്ചിട്ടുണ്ട്. നമുക്കതൊരു ഉപദ്രവമാണെങ്കിൽ ഞാൻ മിക്കവാറും ഇവിടുന്ന് ഷെഡ് മാറും. കത്തിക്കല്ല ഗൈസ്, അത് കത്തിച്ചോട്ടെ. ഈ വേസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കണം ഗൈസ്. നമ്മളെ ഷെഡാണ് ഗൈസ് ഇത്. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ദെൻ ബൈ. അപ്പം അടുത്ത വീഡിയോ ഒരു കിടിലം മുതൽ വരാൻ പോകുന്നുണ്ട്. അപ്പം എന്താണെന്ന് ആയിരക്ക് കാണാം. ആ ഓളെന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. ദെൻ ബൈ.